ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് അഗെയിൻ. ആർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അരാനുവിനെ പിടിക്കാൻ പോവുകയാണ്. നമ്മുടെ എട്ടുകാലി പോലത്തെ ഒരു ജീവിയില്ലേ, അപ്പോൾ അതിനാണ് ഇന്ന് പിടിക്കാൻ പോണത്. അപ്പോൾ അതിനെ പിടിക്കണമെങ്കിൽ അത് പാസീവ് ടൈമാണ്. അപ്പോൾ നമ്മുടെ സ്പോൾഡ് മീറ്റാണ് അരാനിയോ കഴിക്കുന്നത്. അപ്പോൾ അതിനെ പിടിക്കണമെങ്കിൽ തന്നെ നമുക്ക് ഒരു കേവ് ഡൈനോ എന്തായാലും വേണം. കാരണം നമ്മൾ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അരാനിയോ നമ്മളെ കടിച്ച് തിന്നും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കേവ് ഡൈനോ എന്തായാലും വേണം. അതുകൊണ്ടാണ് ഞാൻ അന്ന് ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ഈ നമ്മുടെ ഇതിൻ്റെ പേര് പൾമണോ സ്കോർപ്പിയോസ് ഇതിനെ പിടിച്ചിട്ട് വേണം നമുക്ക് അരാനിയോ ടീം ആക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പോൾ അത്യാവശ്യം മീറ്റും കാര്യങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ അരാനുവിൻ്റെ ഇൻവെൻട്രി ഇപ്പോൾ ഇതാ ഫുള്ളായി കിടക്കുന്നതാ. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ കയ്യിൽ മീറ്റ് ഉണ്ട്. പിന്നെ അത് സ്പോൾഡ് ആയി കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഹോട്ട് ബാറിൽ ഇപ്പോൾ കണ്ടില്ല, ഇപ്പോൾ 32 ഉണ്ട്. അപ്പോൾ ഹോട്ട് ബാറിൽ ഓട്ടോമാറ്റിക് അത് വന്നോളൂ. ഒമ്പോ ഗൈസ്, പണ്ടും നിങ്ങൾക്ക് ഓർമ്മ എനിക്കറിയില്ല, പണ്ട് ഇതേപോലെ ഏതോ ഒരു പ്രാവശ്യം അരാനെ പിടിക്കാൻ നമുക്കൊരു മാക്സിലൊരു സാധനത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെ, വീണ്ടും 405 ലെവല് അരാനിയോ. ലെറ്റ്സ് ഇത് എത്രയാണ്? 315ഉം 405ഉം. ഇത് ഏതാണ്? ഇത് മെയിലാണോ ഫീമെയിലെന്ന് അറിയാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ നമുക്ക് രണ്ടിനെയും പിടിക്കായിരുന്നു. നമുക്ക് രണ്ടിനെയും പിടിച്ചാലാ? ഓക്കെ, ഫസ്റ്റ് നമുക്ക് നമ്മുടെ സൂതിങ് ബോംബ് ഫീഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സ്പോൾഡ് മിറ്റ്. ഓക്കെ, 14.3%. 202 ലെവൽ പ്ലസ് കിട്ടും. അപ്പോൾ 600-നടുത്ത് നമുക്ക് ലെവൽ കിട്ടും. ടൈമിംഗ് എഫിഷ്യൻസി 99.9% ആയിട്ടുണ്ട്. ഗൈസ്, നമുക്ക് ഇതിനെ കൂടെ പിടിച്ചാലോ? 315 ലെവൽ. ചുമ്മാ കിടക്കട്ടെ, നമുക്ക് എന്തായാലും ഇതിനെ കൂടെ അങ്ങോട്ട് പിടിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ സൂതിങ് ബോംബ് മേടിക്കണം. സൂതിങ് ബോംബ്, ലെറ്റ്സ് ഗോ. പിന്നെ വീണ്ടും നമ്മൾ സൂതിങ് ബോംബ് കൊടുത്തു. ടൈം ഓക്കെ, ഇത് 17.9%. 159 പ്ലസ് ലെവൽ കിട്ടുന്നതായിരിക്കും. ഇന്നെന്തോ ഭയങ്കര ഭാഗ്യമുണ്ട് എനിക്ക്, പെട്ടെന്ന് എടുക്കാം. അന്നും ഇതേപോലെ എനിക്ക് നമ്മുടെ അരാനിനെ തന്നെ അന്നും എനിക്കൊരു മാക്സ് ലെവൽ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ ക്യാഷ്വൽ ഹാർഡാണ് കളിച്ചത്. അതിനകത്ത് മാക്സ് ലെവൽ തന്നെ നമുക്ക് കിട്ടി. ഗൈസ്, അതുപോലെ തന്നെ വേറൊരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈംസ് മൊത്തത്തിൽ അങ്ങോട്ട് തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബേസും മൊത്തത്തിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. അത് ഞാൻ ചെറിയൊരു മണ്ടത്തരം കാണിച്ചതാണ്, പക്ഷേ അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്നെനിക്കിപ്പോൾ തോന്നുന്നു. എന്തായാലും അത് ഞാൻ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും, നീ ഇത്രക്ക് വലിയ മണ്ടനാണോ എന്ന് ചിന്തിക്കും. അതുകൊണ്ട് ഞാൻ ആ കാര്യം എന്തായാലും ഇവിടെ പറയുന്നില്ല. നമുക്ക് എന്തായാലും ഈ ഒരു ഇവനെ ഒന്ന് ടൈം ചെയ്തിട്ട് നമുക്ക് പുറത്തോട്ട് പോകാം. പക്ഷേ ഇത് ഫീമെയിലാണോ മെയിലാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കാമായിരുന്നു. പക്ഷേ ഇതിനൊക്കെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റും, എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ഫീഡ് വന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. 28.5%. രണ്ടാമത്തേൽ കൊടുക്കട്ടെ. ഇത് 35.9%. ഇനി പെട്ടെന്ന് ടൈമാവും. അത്യാവശ്യം ഇനി സ്പീഡ് ടൈമാവും. പിന്നെ ഈ എപ്പിസോഡും നമ്മളെ ടെറേനെ പിടിക്കുന്ന എപ്പിസോഡ് ചെറുതാണെന്ന് പറഞ്ഞ്, പക്ഷേ അത്യാവശ്യം 10 മിനിറ്റ് കിട്ടി. 10 മിനിറ്റ് കിട്ടിയത് എനിക്ക്. ഞാൻ എല്ലാ വീഡിയോസും 10 മിനിറ്റ് അതാ. ഇനി പെട്ടെന്ന് അവർ ഭക്ഷണം കഴിച്ചോളൂ. ഒരെണ്ണത്തിന് കൊടുത്തു, ഒരെണ്ണം ഇവന് കൊടുത്തു. അത് ഞാനാണ് കേട്ടുന്നത്. കുഴപ്പമില്ല, മിക്കവാറും ചാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന് പറ്റാണ്ടിരുന്നാൽ മതിയായിരുന്നു. കുറച്ച് ഇത് കുടിച്ചേക്കാം, നമ്മുടെ മെഡിക്കൽ ബ്രൂ ഞാൻ ഇത്തിരി കുടിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, നമുക്ക് വേണ്ട, എങ്ങാനും എന്തെങ്കിലുമൊക്കെ പറ്റിയാലോ. ഓക്കെ, ലെറ്റ്സ് ഗോ. 57.3. എന്തായാലും ഈ രണ്ടെണ്ണത്തിനെ കൊണ്ട് നമുക്ക് എന്തായാലും പോവാം. എന്തായാലും വന്നത് നന്നായി. ഒരു 300ഉം പിന്നെ ഒരു 400 ലെവൽ നമുക്ക് കൂട്ടിയിട്ടുണ്ട്. എന്നാലും എനിക്ക് ആകെ ഒരു സങ്കടം എന്താ വെച്ചാൽ എൻ്റെ പിടിച്ച സാധനങ്ങളെല്ലാം പോയി. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും സങ്കടം എന്താണെന്ന് അറിയാം, എൻ്റെ ഇംപ്ലാന്റ് പോയി. 400-ൻ്റെ ഒക്കെ 435-ൻ്റെ ഒക്കെ ഒരു കിടുക്കാച്ച സാധനങ്ങൾ ഉണ്ടായിരുന്നതാണ്. പക്ഷേ എനിക്കതാണ് ഏറ്റവും സങ്കടമായത്. എനിക്കതാണ് അത് പോയത്. കാരണം നമ്മൾക്ക് അത് കിട്ടൂല, ഭയങ്കര റെയറാണ്. അതിനൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അത് നിങ്ങൾക്ക് ആർക്ക് കളിക്കുന്നവർക്ക് അത് മനസ്സിലാവും. ഈ 400 കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ്. പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതേപോലെ കിട്ടും. ഓക്കെ, നമ്മൾ ഒരെണ്ണം ടൈമായിട്ടുണ്ട്. 471. ഇനി രണ്ടാമത്തെ ഇതാണ് നമ്മുടെ മെയിൻ സാധനം, 405 ലെവൽ. ഇനി ഇവൻ്റെ ലാസ്റ്റ് ഫീഡ്. ഇത് ഈ ഒരു ഫീഡിലൂടെ നമ്മുടെ അരാനിയോ അങ്ങനെ ടൈം അയക്കുന്നതായിരിക്കും. ഓക്കെ, ഇല്ലേ 99.8%. അയ്യോ ഗൈസ്, ഇത് മെയിലാണോ ഫീമെയിലൊന്നും കാണാൻ പറ്റുന്നില്ല. ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. ടൈംഡ് ബൈ NC, ഫോളോയിങ് ബൈ NC. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ അരാനിയോ ഫൈനൽ ഫീൽഡിലോട്ട് അടുത്തിരിക്കുകയാണ്. യെസ്, ലെറ്റ്സ് ഗോ. 606, 471. ഇനിയിപ്പോൾ നമുക്ക് പുറത്തോട്ട് പോകണം. അതിനു മുമ്പ് നമുക്ക് 2 അരാനിയോൻ്റെ സാഡിൽ പണിയണം. അതിന് മുന്നേ ഞാൻ തേളിനെയും അരാനിനെയും കൊണ്ട് ഒന്ന് ഇവിടെ വരുന്നുണ്ട്. ഞാൻ കേവ് റൺ ചെയ്യുന്നൊരു കാര്യം കാണിച്ചു തരാനായിട്ട്. ഇവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നേ ലൂട്ട് ക്രീ. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഉണ്ടായിരുന്നാ? എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്.
ഓക്കെ, നമ്മുടെ രണ്ടുപേരും അവിടെ അകത്ത് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ അരാനിയോ രണ്ടുപേരും രണ്ടുപേരും ഇവിടെ എത്തി. ഓക്കെ, ഇവന്മാരിനി അയ്യോ ഇവിടെ മാറാ സ്റ്റക്കാടാ. ബെസ്റ്റ്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഗൈസ്. അപ്പോൾ ഞാനൊന്ന് വേഗം ഒന്ന് പുറത്തോട്ട് പോട്ടെ കേട്ടോ. ഇത് എത്ര ലെവൽ നോക്കട്ടെ. ഇത് 435 ആണെങ്കിലോ, ഇത് 30, ഇത് എത്രയാ, ഇത് 135. വേണ്ട, നമ്മുടെ കയ്യിൽ ഇത് കില്ലാടി സാധനങ്ങളായിരിക്കുന്ന. നമുക്ക് ടാർഗറ്റ് ചെയ്ത് കൊടുത്താലാ? അറ്റാക്ക് ചെയ്യട്ടെ പോട്ട്. അറ്റാക്ക്. അയ്യോ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ നിന്ന് ഒന്ന് ടാർഗറ്റ് ചെയ്ത് നോക്കട്ടെ. യെസ്, ടാർഗറ്റ്. നമ്മുടെ രണ്ടുപേരും അറ്റാക്ക് ചെയ്യും. കുത്തറാ, ഇതാ വല വിടുന്നവൻ. കുത്ത് കടിക്കി. കണ്ടില്ലേ, ഇവർ തിരിച്ചാരും അറ്റാക്ക് ചെയ്യല്ലോ. കാരണം ഇവർ കേവിൻ്റെ ഉള്ളിൽ നിന്ന് ടൈം ചെയ്തുകൊണ്ട് അവർ നോക്കി നിൽക്കുന്നുണ്ട്. 2 അരാനിയേഴ്സ് നോക്കി നിൽക്കുന്നുണ്ടാ. ഇതാണ് നമ്മൾ ടൈമിൻ്റെ ഉള്ളിൽ നിന്ന് ടൈം ചെയ്താൽ അതാണ് ഒരു ഉപകാരം. അതാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഡെയർ വുൾഫിൻ്റെ കാര്യം പറഞ്ഞത്. പക്ഷേ ഡെയർ വുൾഫൊക്കെ മിലി ഡാമേജ് ഉണ്ടല്ലോ, ഒരു കടി കടിച്ചിട്ടുണ്ടല്ലോ, സീന ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു മിനിറ്റ് ഫോളോ അവന്മാർ താഴെ പോയി, കുഴപ്പമില്ല. നമുക്കപ്പോൾ എന്തായാലും ഒന്ന് പുറത്തോട്ട് വിട്ട് നമ്മുടെ അരാനൊരു സാഡിൽ പണിയാം. അപ്പോൾ ലെറ്റ്സ് ഗോ. ഞാൻ എന്തായാലും സാഡിൽ പണിതിട്ട് വരാം. 2 എണ്ണം പണിയണം നമുക്ക്. പിന്നെ അതുപോലെ തന്നെ ഈ തേളിനെയും അരാനെയും കൊണ്ട് കേവ് റൺ ചെയ്യുന്ന ഒരു കാര്യം കൂടെ കാണിച്ചിട്ട് നമുക്ക് എപ്പിസോഡ് എന്തായാലും ഇവിടെ നിർത്താം. ഓക്കെ, അപ്പോൾ വേഗം പുറത്തോട്ട് പോട്ടെ ഗൈസ്. അപ്പോൾ ലെവൽ 40 നമ്മുടെ അരാനുവിൻ്റെ സാറിലാണ് നോക്കാവുന്നത്. കാരണം ലെവൽ 40 ആവണം എന്തായാലും. ഈ അരാനുവിനെ ടൈം ചെയ്യാൻ പോകുമ്പോഴേക്കും നമ്മുടെ ലെവൽ 40 അല്ലെങ്കിൽ അവർ ഓൾറെഡി പറയും നിങ്ങൾ ലെവൽ 40 ആവാണ്ട് ഈ സാധനത്തിന് ടൈം ആക്കാൻ പറ്റില്ല എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ എൻഗ്രാം അങ്ങനെ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ക്രാഫ്റ്റ് ചെയ്യണം. ക്രാഫ്റ്റിന് എന്തൊക്കെ വേണം? ഹൈഡ്, ഫൈബർ, ചിതിനോർ, കാരറ്റൈ. ഓക്കെ, അത്രയും സാധനങ്ങൾ അത് ഈസി. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് വേഗം പോയിട്ടൊന്ന് കളക്ട് ചെയ്യട്ടെ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ അരാനുവിൻ്റെ സാഡിൽ ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ലെറ്റ്സ് ഗോ. ക്രാഫ്റ്റ് അരാനിയോ സാഡിൽ. ഓക്കെ, നമ്മളങ്ങനെ അത് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ചെയിൻ കോളാറില്ല, ആ സാധനം ഇവിടെ മേടിക്കണം. അതെന്തായാലും നമുക്ക് മേടിക്കാം. ഓക്കെ, അങ്ങനെ സാഡിൽ പണിതിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സാഡിലിട്ട് കൊടുക്കുക. ഓക്കെ, നമ്മൾ സാഡിലിട്ട് കൊടുത്തു. എക്യുപ്പ്. പിന്നെ നമുക്ക് നമ്മുടെ ചെയിൻ കോളാർ ഇവിടെ ഈ സാധനം ഇവിടെ മേടിക്കണം. അത് ഞാൻ എല്ലാ ഡൈനോസിനും മേടിക്കും. ഞാൻ ആംബർ എണ്ണയ്ക്ക് അത് മേടിക്കുന്നത് നല്ലതാണ് കേട്ടോ, നല്ലൊരു സാധനമാണത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് തേള് ഞാൻ ഫോളോ കൊടുക്കണം, അതുപോലെ തന്നെ അരാനുവിനും ഫോളോ കൊടുക്കണം. തേള് ഫോളോ ചെയ്ത് വരുമെന്ന് എനിക്കറിയില്ല. നമുക്ക് അങ്ങനെ പോവണ്ട, ചിലപ്പോൾ അത് കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. ആദ്യം ഒരാളെ മുമ്പിൽ കൊണ്ട് നിർത്തുക, പിന്നെ മറ്റൊരാളെ മുമ്പിൽ കൊണ്ട് നിർത്തുക. ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നമ്മുടെ ആ സ്പോട്ടിലെത്തട്ടെ കേട്ടോ, സ്പോട്ടിലെത്തിയിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മുടെ അരാനുവിന് 2 തരം അറ്റാക്കാണുള്ളത്. ഒരെണ്ണം നമ്മുടെ ലെഫ്റ്റിൽ നിന്ന് ഇങ്ങനെ മുകളിൽ സ്വൈപ്പ് ചെയ്യണം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് മുകളിൽ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ വല ചീറ്റും. ഇത് അത്യാവശ്യം നല്ല പവർഫുൾ അറ്റാക്കാണത്. പിന്നെ രണ്ടാമത്തെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ നോർമൽ അറ്റാക്ക് തന്നെ, മറ്റേ പഞ്ച് ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ ആ ഒരു നോർമൽ അറ്റാക്ക് ജസ്റ്റ് ഇങ്ങനെ കടിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു അറ്റാക്കുള്ളൂ. ഓക്കെ, ലെവലപ്പ് 12. ലെവലപ്പ് നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, ഞാൻ നമ്മുടെ അരാനിൻ്റെ മേത്തുനിന്ന് ഇവിടെ നിന്ന് നൈസായിട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ തേളിൻ്റെ മേത്ത് കയറണേണ്. ഓക്കെ, തേളിൻ്റെ മേത്ത് കയറിയിട്ട് തേളിനിതാ ഇത്രയും ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. തേളിന് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. എല്ലാ വഴികളെ കൂടെ നമുക്ക് തേളിനെ കൊണ്ട് പോകാൻ പറ്റില്ല. കണ്ടില്ലേ, ഇത്രയും ഒരു ഗ്യാപ്പിൽ കൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇനി ഞാൻ അരാനുവിനെ കാണിച്ചു തരാം. നമ്മുടെ അരാനിയോ ഈസി ആയിട്ട് കയറിപ്പോവും. ഒരു മിനിറ്റ്, ഞാൻ പാസീവ് സ്റ്റോപ്പ് ഓൾ എല്ലാത്തിനും സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. അരാനെ കയറി പോകുന്ന നോക്കിയേ, ഈസി ആയിട്ട് ഈ വഴി ഇങ്ങനെ കയറി പോകുന്നുണ്ടാ. അതുകൊണ്ടാണ് ഞാൻ അന്ന് കഴിഞ്ഞൊരു എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് തേളിനെ വേണം നമ്മുടെ അരാനിനെ ടൈം ചെയ്യണമെങ്കിൽ. പക്ഷേ അരാനിയോനെ ടൈം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് ഉപകാരങ്ങളുണ്ട്. ഏത് ഇടുങ്ങിയ വഴി കൂടെ നമ്മുടെ അരാനിയോ കടന്ന് പൊക്കോളും. കണ്ടില്ലേ, ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. ഓക്കെ, വന്നല്ലേ 342 ടൈറ്റനിപ്പോ. പക്ഷേ ടൈറ്റനിപ്പോ നമുക്ക് ടൈമാക്കാൻ പറ്റില്ല, അതാണ് വേറെ പ്രശ്നം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഇത്രേ ഉള്ളൂ. ഞാൻ എന്തായാലും ആ ഒരു ആർട്ടിഫാക്റ്റ് എടുത്തിട്ട് ഞാൻ ട്രിബ്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്, അല്ലേ? അത് ഞാൻ കാണിച്ചു തന്നുള്ളത് ഇതുവരെ. ഓക്കെ, എന്തായാലും അതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഭാഗത്തുള്ള എല്ലാവരെയും ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ ആർട്ടിഫാക്റ്റും കൂടെ എടുത്തിട്ട് നമുക്ക് പുറത്തോട്ട് പോകണം. അപ്പോൾ ഇവിടുത്തെ മൊത്തം ഞാൻ ഒന്ന് ക്ലിയർ ആയിട്ട് കേട്ടോ. എന്നിട്ട് ആർട്ടിഫാക്റ്റ് എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അറിയാവുന്നവരുണ്ടാവും, അറിയാവുന്നവരുണ്ടെങ്കിൽ ഈ ഭാഗം ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക, കുഴപ്പമില്ല. അറിയാത്തൊരു ഒരുപാട് പേരുണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗം ഞാൻ ഈ ആൾക്കാരെയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, കട്ട് ചെയ്തിട്ട് നമ്മുടെ ആർട്ടിഫാക്റ്റ് എടുക്കുന്ന ആ സമയത്ത് വരാൻ കേട്ടോ ഗൈസ്. അപ്പോൾ ഇവനാണ് അവസാനത്തെ ആൾ. ഇവിടെയുള്ള എല്ലാവരെയും ഞാൻ അങ്ങനെ തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ആർട്ടിഫാക്റ്റ് കണ്ടെയ്നർ അടുത്ത് തന്നെ ജസ്റ്റ് ആ ബാഗ് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇതാണ് സാധനം ആർട്ടിഫാക്റ്റ് കണ്ടെയ്നർ. അയ്യോ, ഇവിടെ ഇനിയൊരുത്തരുണ്ടായിരുന്നു. അയ്യോ, ടൈറ്റൻ ബോളിൻ്റെ എന്തോ സാധനമൊക്കെ കിട്ടി എനിക്ക്. ഒരു മിനിറ്റ്, ഞാൻ നമ്മുടെ അരാനിൻ്റെ മേത്ത് കയറിയിട്ട് ഇവനെ കൂടെ ഒന്ന് വേഗം തീർക്കട്ടെ.
ഇവനെ ഞാൻ കണ്ടിട്ടില്ല. ഇതെപ്പോൾ വന്നിവൻ? അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമുക്ക് നേരെ ഏതെങ്കിലും ഒബ്ലിസ്കി പോകണം. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഒബ്ലിസ്കി പോയിട്ട് ഞാൻ അത് ട്രിബ്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ലെറ്റ്സ് ഗോ, ഒബ്ലിസ്കി പോട്ടെ ഗൈസ്. അപ്പോൾ നമ്മളിതാ നമ്മുടെ ഗ്രീൻ ഒബ്ലിസ്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വരിക. ഇവിടെ വരുമ്പോൾ ഓക്കെ, ട്രിബ്യൂട്ട് ടെർമിനൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇവിടെ ഞെക്കുമ്പോൾ നമ്മുടെ ബാഗ് ഓപ്പൺ ആവും. എന്നിട്ട് നമ്മുടെ നമ്മുടെ ആർട്ടിഫാക്റ്റ് ഞെക്കുക, ട്രിബ്യൂട്ട്, ലെറ്റ്സ് ഗോ. ഇപ്പോൾ ഈ സാധനം മുകളിലോട്ട് പോയിട്ട് അവർ എന്തെങ്കിലും നമുക്കൊരു ഗിഫ്റ്റ് തരും. അപ്പോൾ ആ ഗിഫ്റ്റ് എന്താണ്? ഓക്കെ, ഇതാ എന്തൊക്കെ താഴെ വന്നിട്ടുണ്ട്. എന്താ കിട്ടുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് ഹൈഡിൻ്റെ ഹാറ്റ് ബ്ലൂ പ്രിൻറ്റ്, പിന്നെ ഫിഷിംഗ് റോഡ്, പിന്നെ മെറ്റൽ ഹാച്ചറ്റ് ബ്ലൂ പ്രിൻറ്റ്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ ചേർത്താണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് അടിക്കാൻ കൂടി മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.